യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 6-ാം തിരുവചനം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ആമേൻ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസും യോഹന്നാനും കടന്നു പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞതാണ്, പണമൊന്നും എൻ്റെ കൈവശം ഇല്ല. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വസ്തുവകകൾ ഒന്നും ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ഗുരുവിനെ പോലെ തന്നെ ആയിരുന്നിരിക്കണം. പത്രോസിനുള്ളത് പത്രോസ് പറഞ്ഞു, യേശുവിൻ്റെ നാമമാണ് എനിക്കുള്ളത്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അധികാരത്തിലും ശക്തിയിലും എന്നാണ് അർത്ഥം. ഇവിടെ പത്രോസ് ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്. പ്രിയരെ, രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, മുടന്തർ നടക്കാൻ, ചെകിടർ കേൾക്കാൻ, ഊമൻ സംസാരിക്കാൻ, ബന്ധനം അഴിയാൻ, കെട്ടുകൾ തകർന്നു വീഴാൻ ആകാശത്തിൻ്റെ കീഴെ അധികാരമുള്ള ഒരേ ഒരു നാമം മാത്രം. അതാണ് പത്രോസ് പറഞ്ഞത്, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. മുടന്തൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിൽ ക്രിയ ചെയ്യാൻ പ്രാർത്ഥിക്കുക. വിളിക്കുക, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. കർത്താവ് തൻ്റെ അദൃശ്യ വലങ്കരം നീട്ടി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.